നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. ഓണാഘോഷമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവോണം നല്ല കെങ്കേമമായി ആഘോഷിക്കാൻ പ്രവാസികൾക്കും സാധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോഴും കുടുംബാംഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന പ്രവാസികൾക്ക് വളരെ ദുഃഖമുള്ള ഒരു ദിവസമാണ് തിരുവോണം എന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ പ്രവാസികൾ അവരുടെ ഓണം ആഘോഷമാക്കി. മലയാളികളായിട്ടുള്ള ഓണം ആഘോഷിക്കുന്ന എല്ലാ പ്രവാസികൾക്കും സദ്യവട്ടങ്ങളൊക്കെ തന്നെ ഒരുക്കാൻ ചില കമ്പനികളും മുൻകൈ എടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ക്യാമ്പുകളിലും അതുപോലെ തന്നെ അല്ലാതെയും ഒക്കെ തന്നെ പ്രവാസികൾ ഓണം ആഘോഷിച്ചു. എന്തായാലും നബിദിനവും കൂടി വന്നതിനാൽ തന്നെ പ്രവാസികൾക്ക് ഓണ അവധി ലഭിച്ചു എന്നുള്ളതുകൂടിയാണ് മറ്റൊരു സന്തോഷകരമായ വാർത്ത. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികൾക്ക് ഇത്തവണയും ഓണവും നബിയും ഒക്കെ തന്നെ ഒരുമിച്ച് എത്തിയതിനാൽ തന്നെ ഇരട്ടി മധുരമാണ്. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പുതിയ അധ്യയനങ്ങൾക്ക് കൂടിയാണ് ഗൾഫ് സാക്ഷ്യം വഹിച്ചത്. വിവിധ പ്രവാസ സംഘടനകളുടെയും കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഓണാഘോഷം നടന്നു. ഗൾഫ് മലയാളികളുടെ മനസ്സിൽ വർണ്ണാഭമായ ഓർമ്മകൾ തന്നെയാണ് ഇവയെല്ലാം സമ്മാനിച്ചത്. നബിദിനം പ്രമാണിച്ച് UAE-യിൽ അവധിയാണ്. ഇന്നും അവധിയാണ്. ഇന്നലെയും ഇന്നും ഒക്കെ തന്നെ അവധിയാണ്. മാത്രമല്ല ഈ വാരാന്ത്യ അവധിയൊക്കെ കൂടി വന്നതോടുകൂടി ആഘോഷം പൊടിപൊടിക്കുകയാണ്. ഇത്തരം ആഘോഷങ്ങൾ മാനുഷിക ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുമെന്നും സാംസ്കാരിക വിനിമയത്തിന് വഴിയൊരുക്കുമെന്നും പ്രവാസി സമൂഹം അഭിപ്രായപ്പെടുകയാണ്. ഓണപ്പാട്ടുകളും കലാപരിപാടികളും മത്സരങ്ങളും നിറഞ്ഞ ഈ ദിനങ്ങൾക്ക് ഗൾഫ് മലയാളികൾക്ക് മറക്കാനാവാത്ത അനുഭവം തന്നെയാണ് നൽകിയത്. കുടുംബങ്ങൾ ഒത്തുചേർന്ന് സദ്യ ഒരുക്കിയപ്പോൾ ഈ ബാച്ചിലർമാർ റെസ്റ്റോറന്റ് സദ്യയാണ് ആശ്രയിച്ചത്. കരാമയിലെ കാലിക്കറ്റ് പാരഗഡിലടക്കം മിക്ക റെസ്റ്റോറന്റുകളിലും സദ്യ പാർസലായി കൊണ്ടുപോകാൻ നേരത്തെ ബുക്ക് ചെയ്തവരുടെ വൻ തിരക്കായിരുന്നു. ലുലു സദ്യയ്ക്ക് പാചക വിദഗ്ധർ പഴയിടം നമ്പൂതിരിയാണ് നേതൃത്വം നൽകിയത്. മിക്കയിടത്തും 32 മുതൽ 40 ദിർഹം വരെയായിരുന്നു നിരക്ക്. എന്തായാലും സദ്യ ഗംഭീരമായി കഴിച്ചു. എന്തായാലും ഓണസദ്യയും ഓണാഘോഷവുമായി ബഹ്റൈനിലും മെഗാ മാർട്ട് അവതരിപ്പിക്കുകയാണ്. BMC ശ്രാവണ മഹോത്സവം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. 2025 കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. ശ്രാവണ മഹോത്സവം 2025 കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമാണ് നടക്കുന്നത്. ചടങ്ങിൽ 1000-ഓളം വരുന്ന തൊഴിലാളികൾക്ക് നൽകുന്ന സൗജന്യ ഓണപ്പുടവ വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു. മെഗാ മാർട്ട് അവതരിപ്പിക്കുന്ന 30 ദിവസം നീണ്ടു നിൽക്കുന്ന BMC ശ്രാവണ മഹോത്സവം 2025 ഓഗസ്റ്റ് 30 ശനിയാഴ്ച വൈകിട്ടാണ് ആരംഭം കുറിച്ചത്. ബഹ്റൈൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ഹിസ് ഹലക്സി അഹമ്മദ് അഹ്ലക്കി മുഖ്യ അതിഥിയായി. വിശിഷ്ട അതിഥികളായി ബഹ്റൈൻ നോർത്ത് ഗവർണറേറ്റിലെ ഹെഡ് ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്മെന്റ് ഹിസ് എക്സൈസ് ഇസാം അൽഖായത്ത, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണിൽ വർഗീസ്, സതീഷ് അസോസിയേറ്റ് MD സതീഷ് പുത്തൻപുരയിൽ, BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈത്താരത്ത എന്നിവരെല്ലാവരും തന്നെ പങ്കെടുത്തു. എന്തായാലും 30 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഓണാഘോഷത്തിനാണ് ബഹ്റൈനിലും തുടക്കം കുറിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. നബിദിനത്തോടനുബന്ധിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈന്ദ് ബിൻ താരിഖ് 341 തടവുകാർക്ക്, അതായത് 341 തടവുകാരെ പൂർണ്ണമായും മോചിപ്പിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഇവരിൽ പ്രവാസികളും ഉൾപ്പെടുന്നതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. വ്യത്യസ്ത കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെട്ട തടവ് അനുഭവിച്ചവരാണ് നബിദിന സന്തോഷത്തിൽ സുൽത്താന്റെ കാരുണ്യത്തിൽ മോചിതരായിട്ടുള്ളത്. മറ്റൊരു വാർത്ത, അത് പ്രവാസികൾക്ക് ആശ്വാസവും എന്നാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിരിപ്പ് കൂട്ടുന്നതുമായിട്ടുള്ള ഒരു വാർത്ത. ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്നിലയിലേക്ക് കൂപ്പുകുത്തി. US തീരുവ സംബന്ധിച്ച വാർത്തകളാണ് ഇതിന്റെ പ്രധാന കാരണം. അതേസമയം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇടപെടൽ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കി. ഒരു UAE ദിർഹത്തിന് 24.0762 രൂപ എന്ന നിലയിലേക്കാണ്, അതായത് 24 രൂപ, 25 രൂപയിൽ എത്തിയിട്ടില്ല, 24 രൂപ എന്ന നിലയിലേക്ക് രൂപയുടെ മൂല്യം ഇടിഞ്ഞു. ഒരു US ഡോളറിന്റെ 88.36 എന്ന നിലയിലും ആയിരുന്നു. സെപ്റ്റംബർ 1 രേഖപ്പെടുത്തിയ 24.0681 രൂപ എന്ന റെക്കോർഡ് നിലയാണ് ഇപ്പോൾ മറികടന്നത്. അവസാനമായി രൂപ 24 രൂപ എന്ന നിലയിലേക്ക് എത്തി. വ്യാപാരം അവസാനിപ്പിക്കുകയായിരുന്നു 24 എത്തിയിട്ട്. വിദേശ ബാങ്കുകൾ ശക്തമായി ഡോളർ വാങ്ങിയതാണ് രൂപയുടെ മൂല്യം കുറയാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. US-ൽ നിന്നുള്ള തീരുവ സമ്മർദ്ദങ്ങൾ ഇതിന് കാരണമായി. അമിതമായ ഡോളർ വാങ്ങാൻ മൂലമാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത് എന്നും, എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി പൊതുമേഖലാ ബാങ്കുകൾ ഇടപെട്ടത് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു എന്നും ഒരു മുതിർന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ പറയുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതുവരെ 1.4 ബില്യൺ ഡോളറിന്റെ അറ്റ വിൽപ്പനയാണ് വിദേശ രാജ്യങ്ങൾ നടത്തിയത്. ഈ വർഷം ഇതുവരെ ഇത് 16 ബില്യൺ ഡോളറിന് മുകളിലായിരുന്നു. കഴിഞ്ഞ ദിവസവും പ്രവാസികൾക്ക് ഓർമ്മയുണ്ടാകും, നാട്ടിലേക്ക് അയക്കുന്ന തുകയേക്കാൾ ഇരട്ടി തുക അവിടെ ലഭിക്കും. കഴിഞ്ഞ മാസം ഒരേ തുക, അതായത് 20,000 ദിർഹമാണ് കഴിഞ്ഞ മാസം അയച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മൂല്യത്തോടു
കൂടി നാട്ടിൽ 20,000 ദിർഹം ഈ മാസം അയക്കുമ്പോൾ ലഭിക്കുമെന്ന വാർത്തകളൊക്കെ തന്നെ പ്രവാസികൾക്ക് സന്തോഷം പകർത്തുന്നതായിരുന്നു. ഇനി റിയാദിലേക്ക് വരികയാണെങ്കിൽ റിയാദിലെ ആകാശത്ത് കഴിഞ്ഞ ദിവസം ഒരു വിചിത്ര വസ്തു പ്രത്യക്ഷപ്പെട്ടു. പ്രവാസികളുടെ ക്യാമറയിലാണ് ഈ വസ്തുവൊക്കെ തന്നെ കണ്ടത്. അത് പൊട്ടിത്തെറിക്കുന്നതും ഇവരെല്ലാവരും കണ്ടു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ആകാശത്ത് ഒരു വിചിത്ര വസ്തു പൊട്ടിത്തെറിക്കുന്നു എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഒരു വീഡിയോ. സൗദി അറേബ്യയിലെ ഹായിലിൽ ആകാശത്ത് ഒരു വിചിത്ര വസ്തു പൊട്ടിത്തെറിക്കുന്നു എന്ന തലക്കെട്ടോടു കൂടിയാണ് വീഡിയോ ഒരു സൗദി പൗരൻ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചത്. സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങളിലും ആകാശത്ത് ഇത്തരമൊരു വസ്തു പ്രത്യക്ഷപ്പെട്ടതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല വീഡിയോകളിലും പറയുന്നു. മദീന, ഹായിൽ, അതുപോലെ ഹഫർ, അൽബാദിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആകാശത്ത് വിചിത്ര വസ്തു പ്രത്യക്ഷപ്പെടുന്നതിന്റെ പൊട്ടിത്തെറിക്കുന്നതിന്റെയും വീഡിയോകൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോയ്ക്ക് പിന്നിലെ യഥാർത്ഥ്യം എന്ത് എന്ന് വ്യക്തമല്ല. ദൃശ്യങ്ങൾ ആധികാരികമാണോ എന്നും എന്ത് വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് എന്നും സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രസ്താവനയോ വിശദീകരണമോ ഒന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടുമില്ല. ബുധനാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷമാണ് ഈ വസ്തു ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത്. വൈകാതെ ഇത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്ന വീഡിയോയിൽ കാണാം. ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നാൽ മാത്രമേ സംഭവത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. ഇനി 2025-26 അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിന്റെ വിവിധ മേഖലകൾ തമ്മിലുള്ള ഏകോപനത്തിന് പ്രാധാന്യം നൽകി പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ രാവിലെയും വൈകുന്നേരവും ഫീൽഡ് പരിശോധന ഉറപ്പാക്കുമെന്ന് പബ്ലിക് സെക്യൂരിറ്റി അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അഹമ്മദ് അൽ ദവാസ വ്യക്തമാക്കി. സ്കൂൾ വർഷാരംഭത്തിന് മുന്നോടിയായി സുരക്ഷാ ട്രാഫിക് തയ്യാറെടുപ്പുകൾ വിലയിരുത്താനായി ട്രാഫിക് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് കെട്ടിടം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സുരക്ഷിതവും അനുയോജ്യവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ മന്ത്രാലയം യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് സെക്യൂരിറ്റി മീഡിയ ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ അറിയിച്ചു. കൂടാതെ സ്കൂളുകൾക്ക് ചുറ്റുമുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള സുരക്ഷാ ട്രാഫിക് പട്രോളിംഗ് സംവിധാനങ്ങളുടെ സജ്ജീകരണവും മേജർ ജനറൽ അൽ ദവാസ് വിലയിരുത്തി. സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനും വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്ക് പ്രവേശിക്കാനും പുറത്തിറങ്ങാനും സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കാനും ഇത് സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരക്കേറിയ സമയത്ത് ട്രാക്കുകൾ ഓടിക്കുന്നത് തടയുന്നതിൽ യാതൊരു ഇളവും ഇല്ല. നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കർശനമായ ശിക്ഷകൾ നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും പ്രവാസി സമൂഹത്തിൽ നിന്നും നിരവധി വാർത്തകളാണ് വരുന്നത്. പലരും ഓണാഘോഷത്തെ തിരക്കിലൊക്കെയാണ്. എന്തായാലും പ്രവാസികൾക്ക്, അതായത് നാടും വീടും കുടുംബത്തിനെ ഒക്കെ വിട്ടു നിൽക്കുന്ന പ്രവാസികൾക്ക് ഒന്നുകൂടി പറയുന്നു, നിങ്ങളുടെ കഷ്ടപ്പാടിനെ ദൈവം ഫലം കാണാതിരിക്കില്ല. ഉറപ്പായും അടുത്ത ഓണം നിങ്ങൾക്ക് പ്രവാസികളല്ലാതെ നാട്ടിൽ വന്ന എല്ലാവരുമായി ഒന്നിച്ച് ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ മക്കളും ഭാര്യയും ഒക്കെ തന്നെ സന്തോഷത്തോടു കൂടി അച്ഛനും അമ്മയുടെ ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്നുണ്ട്. അല്ല, പ്രവാസികൾ ഇപ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമായി പോകുന്നു, കുട്ടികളും അച്ഛനമ്മയും നാട്ടിലാണ്, അവരും ഒക്കെ തന്നെ ഓണം ആഘോഷിക്കുന്നുണ്ട്. എന്തായാലും പറഞ്ഞു വിഷമിപ്പിക്കുന്നില്ല. എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് അടിച്ചു പൊളിക്കുകയാണ് പ്രവാസികളും. മറ്റു വാർത്തകളുമായി നാളെ കാണാം. നമസ്കാരം.